എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. സുഖം അധികം സുഖമൊന്നും ഉണ്ടല്ലോ, നല്ല മഴയല്ലേ. മഴയത്ത് എല്ലാ കൊല്ലവും നമ്മളിതാ ചെയ്യുക, ഒരു മുരിങ്ങാച്ചപ്പും പരിപ്പും കറി, അല്ലെങ്കിൽ ചക്കക്കുരു മുരിങ്ങാച്ചപ്പും, അല്ലെങ്കിൽ ഒരു ഉപ്പേരി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിൽ നല്ല ഒന്ന് മാറ്റി പിടിക്കാം, കുറച്ച് ചമ്മന്തി അരച്ചാലോ. ഇത് ചോറിനും ദോശക്കും ഇഡ്ഡലിക്കും എല്ലാം പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. പിന്നെ ഈ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനും ഇത് നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ടൊന്ന് വരാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഏതെണ്ണ ഉപയോഗിക്കുന്നുണ്ടോ അത് ഉപയോഗിക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ഒന്നിച്ച് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വരുമ്പോൾ ഞാനിതിൽ ചേർക്കുന്നത് പച്ചമുളക്. അപ്പോൾ നിങ്ങൾ പിന്നെ ഉണക്കമുളക് വേണമെങ്കിൽ അത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നത്, ഞാനിത് മുറിക്കാണ്ടായിട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്തായാലും പൊട്ടിത്തെറിക്കും. പരിചയമില്ലാത്ത പോലെ ആണെങ്കിൽ മുറിച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ, എന്നാൽ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു നെല്ലിക്കേൻ്റെ വലിപ്പത്തിലുള്ള ഒരു പുളി, വളരെ ചെറിയ ഒരു ചതുര നെല്ലിക്കേൻ്റെ വലിപ്പം, അത്രയേ വേണ്ടൂ. ആ പുളിയും ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ പുളി, പരിപ്പുകൾ, പച്ചമുളക് എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഇത് എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ കൈ കൊണ്ട് അമർത്തി വാരിയാൽ എത്ര ഉണ്ടാവുമോ ഒരു കൈപ്പിടി അത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എന്തായാലും 2 മിനിറ്റാണേ ഇത് വേവിക്കാവൂ മുരിങ്ങയില. അപ്പോൾ കണ്ടില്ലേ, ഇത് വെള്ളം എന്തായാലും നമ്മൾ എത്ര അരിപ്പയിലിട്ട് അരിച്ചാലും വെള്ളം അയിമേലുണ്ടാവും, ഇലയമ പറ്റി പിടിച്ചിട്ടുണ്ടാവും, കണ്ടില്ലേ വെള്ളം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ അത് ചുരുങ്ങി, കണ്ടോ പച്ചമുളക് പൊട്ടിത്തെറിക്കുന്നത് ശ്രദ്ധിക്കണേ. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. തേങ്ങയും ചേർത്തിട്ട് ഒരൊറ്റ മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. കഴിഞ്ഞു, കണ്ടോ 1 മിനിറ്റ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തേ. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇളക്കിയിട്ട് തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. തണിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ടെടുക്കാം. പച്ചമുളക് ആദ്യം അടിയിലിട്ട് കൊടുക്കുക, എന്നാൽ വേഗം അരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പം മുളക് ഇത് എനിക്ക് ഒട്ടും എരിവില്ലാതെ പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ എരിവ് പച്ചമുളകിൻ്റെയോ എരിവിൻ്റെ എല്ലാം കണക്കിനനുസരിച്ച് ചേർത്തോളെ. ഇതൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, അരഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചിട്ടെടുക്കാം. കണ്ടോ, സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റി വെച്ചിന് നല്ല അടിപൊളി ചമ്മന്തി റെഡി. ഇത് ചോറിനും ഇഡ്ഡലി, ദോശ എല്ലാറ്റിനും പറ്റും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.